ഫസ്ലുൻ ഫി സ്വലാത്തിൽ മയ്യത്ത് നിസ്കാരത്തിൽ പറയുന്ന ഫസ്ല്. അർക്കാനുഹ മയ്യത്ത് നിസ്കാരത്തിൻ്റെ റുക്നുകൾ സബഅത്തുൻ 7 റുക്നാണ്, 7 ഫർളാണ്. അഹദുഹ ഒന്ന് നിയ്യത്തുൽ ഫേലി വൽ ഫർളി, നിസ്കരിക്കുന്നു എന്നും കരുതുക, വൽ ഫർളി ഫർള് എന്നും കരുതണം. മുഖ്തരിനത്തം ബി തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാമിനോട് അന്വരിച്ചുകൊണ്ട് ഞാൻ ഈ മയ്യത്തിൻ്റെ പേരിൽ ഫർള് നിസ്കരിക്കുന്നു എന്ന് കരുതുക. അതാണ്. വയക്ഫി മദി ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യത്ത്, ഈ മയ്യത്തിൻ്റെ മേൽ ഞാൻ ഫർള് നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. അസാനി രണ്ടാമത്തെ ഖിയാമുൽ ഖാദിരി, കഴിവുള്ള നിൽക്കാൻ കഴിവുള്ള ആൾ നിൽക്കൽ ഫർളാണ്. അസാദിസ് 3 അർബഅ തക്ബീറാത്തി 4 തക്ബീറിയല്ല. അറാബിയു 4 ഖിറാഅത്തുൽ ഫാത്തിഹത്തി ബഅദ തക്ബീറത്തുൽ ഊല, ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക. അൽ ഖാമിസു 5 അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ സാനിയ, രണ്ടാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് അല്ല. ഫയഖൂലു, അപ്പോൾ എന്താ സ്വലാത്ത് ചെല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞ നിർബന്ധം വീടി. ഇനി നമ്മളെ നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, ഇബ്രാഹിമിയ സ്വലാത്ത് ഫുള്ളി എല്ലിയാൽ ഉഷാറായി. അസാദിസു ആറാമത്തെ ദുആഉൽ മയ്യത്തി ബഅദ സാലിസ, മൂന്നാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദ്വാരക്കുക. ആ ദുആ ഏതാണ്? അത് ഇവിടെ പറഞ്ഞുതരാം. ബിനഹവി അള്ളാഹും ബിനഹവി പോലോത്ത ദുആ, അത് പ്രധാനപ്പെട്ട ഇവിടെ ദുആ പറയുകയാണെങ്കിൽ അതോ അല്ലെങ്കിൽ അതുപോലത്തെ പറഞ്ഞാൽ മതി. എന്താണ് ഇവിടെ പറഞ്ഞ ദുആ? അല്ലാഹുമ്മഗ്ഫിർ ലഹു വറഹംഹു വഅഫു അൻഹു, പടച്ചോനെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് പൊറുക്കണേ അല്ലാ, വറഹംഹു നീ കാരുണ്യം ചെയ്യ്, വഅഫു അൻഹു നീ മാപ്പ് ചെയ്യ് അല്ലാ, വഅക്രിം നുസുലഹു ഈ മയ്യത്തിൻ്റെ മുൻവിരുന്ന് നീ ആദരിക്കല്ല, നല്ല മുൻവിരുന്ന് കൊടുക്കണം. വസി മദ്ഖലഹു ഈ മയ്യത്തിൻ്റെ പ്രവേശന സ്ഥലം നീ വിശാലമാക്കണം. വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ്, വെള്ളം, തണുത്ത വെള്ളം, മഞ്ഞ് വെള്ളം, ഇങ്ങനെ 2-3 വെള്ളം, അത് തന്നെ വെള്ളങ്ങൾ പല ഓരോ മേഖലയിൽ ഓരോ വെള്ളമാണല്ലോ. അപ്പോൾ ഈ വെള്ളങ്ങളെ കൊണ്ടൊക്കെ ഈ മയ്യത്തിനെ കുളിപ്പിക്കണേ അല്ലാ. വനഖീ മിനൽ ഖതായ കമാ യുനഖ്ഖ സൗബുൽ അബിയദു മിനദ് ദനസ്, ഈ മയ്യത്തിനെ ദോഷങ്ങളിൽ നിന്ന് വെളുത്ത വസ്ത്രത്തെ അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കപ്പെടും പോലെ നീ ശുദ്ധിയാക്കണേ അല്ലാ, വൃത്തിയാക്കണേ അല്ലാ. വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, ഈ മയ്യത്തിന് ഇപ്പോൾ ഉള്ള വീടിനേക്കാൾ നല്ലൊരു വീട് നീ പകരം കൊടുക്കണേ അല്ലാ, ഇപ്പോൾ ഇവിടുന്ന് മരിച്ചു പോരുന്ന വീടിനേക്കാൾ. അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലി, ഈ മയ്യത്തിൻ്റെ ഇപ്പുള്ള കുടുംബത്തെക്കാളും നല്ല കുടുംബത്തെ കൊടുക്കണേ അല്ലാ. സൗജൻ ഖൈറൻ മിൻ സൗജി, ഇപ്പുള്ള ഇണ, ആ ഇണയെ നന്നാക്കി ആഖിറത്തിലെത്തുമ്പോൾ ഇവിടെയുള്ള ഇണ തന്നെയാണ്, പക്ഷെ അവിടെ എത്തിയിട്ടൊന്ന് നന്നാക്കി ഉഷാറാക്കി പകരം കൊടുക്കണേ അല്ലാ. വഅദ്ഖിൽഹുൽ ജന്ന, സ്വർഗത്ത് കിടത്തണേ അല്ലാ. വഅഇദു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് ഈ മയ്യത്തിനെ കാക്കണേ അല്ലാ. മിൻ ഫിത്നത്തി, എൻ്റെ ഫിത്നയിൽ നിന്ന്, ഖബറിൻ്റെ ഫിത്നയിൽ നിന്നും. വമിൻ അദാബിൻ നാർ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും കാക്കണേ അല്ലാ. അസ്സാബിയു ഏഴാമത്തെ ഫർള് അസ്സലാമു ബഅദ റാബിയ, 4 തക്ബീറിന് ശേഷം സലാം വീട്ടലാണ്. ഫയഖൂലു ഫിഹ, അവിടെ ഒരു ദിക്റുണ്ട്. എന്താ ദിക്ർ ചൊല്ലേണ്ടത്? ആ സലാം വീട്ടതിന് മുമ്പായിട്ട് 4 തക്ബീറിന് ശേഷം ഒരു സുന്നത്തായ ദിക്ർ. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദ വഗ്ഫിർ ലനാ വലഹു, പടച്ചവനെ ഈ മയ്യത്തിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ തടയരുത് റഹ്മാനെ, ഈ മയ്യത്തിന് വേല ചെയ്തിട്ടുള്ള കൂലിയെ. വലാ തഫ്തിന്നാ ബഅദ, മയ്യത്തിന് ശേഷം ഞങ്ങളെ ഫിത്നയിൽ പെടുത്തരുത് അല്ലാ, ഇയാൾ മരിച്ചതിൻ്റെ ശേഷം ഞങ്ങളെ ഫിത്നയാക്കരുത് റബ്ബെ. ഫിർ ലനാ വലഹു, ഈ മയ്യത്തിനും ഞങ്ങൾക്കൊക്കെ പൊറുക്കണേ അല്ലാ എന്ന ദിക്റും ചൊല്ലി അങ്ങനെ സലാം വിട്ട്. അപ്പം നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ജമാഅത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, മയ്യത്ത് നിസ്കാരമൊക്കെ ആയിട്ട് ചർച്ചകൾ അവസാനിച്ചു. ഇനി നമുക്ക് സക്കാത്താണ് പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് നാളെ പറയാം. സക്കാത്ത്, നോമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഹജ്ജും പറയും. ഇതൊക്കെ ഒരു പ്രധാന, ഒരു ശരാശരി മുസ്ലിം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള ആളുകൾക്കുള്ള വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, എല്ലാ റാഹത്തിലാക്കി തരട്ടെ, ദുനിയാവ് ആഖിറവും സലാമത്താക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.